ജയകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായേക്കും. CPM-ൽ ധാരണ ആയി എന്നാണ് സൂചന. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നു. അരുൺ, അന്തിമ ധാരണയിലേക്ക് എത്തിയോ? ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ തീരുമാനിക്കാനെന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി യോഗം ചേർന്നിരുന്നു. പക്ഷേ അതിൽ അന്തിമ തീരുമാനം ഉണ്ടായിരുന്നില്ല. അത് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശത്താണ്. അദ്ദേഹത്തിന്റെ കൂടി അനുമതിയോടുകൂടി പ്രഖ്യാപിക്കാനാണ് CPM-ന്റെ തീരുമാനം. ജയകുമാർ മുൻ IAS ഉദ്യോഗസ്ഥൻ, സംസ്ഥാന ചീഫ് സെക്രട്ടറി, ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ആയിരുന്നു. അദ്ദേഹത്തെ ഈ പദവിയിലേക്ക് കൊണ്ടുവരാനാണ് CPM ഇപ്പോൾ ആലോചിക്കുന്നത്. ജയകുമാറുമായി CPM നേതൃത്വം സംസാരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ കൂടി അനുമതിയോടുകൂടി പ്രഖ്യാപനത്തിനാണ് ആലോചിക്കുന്നതാണ് മനസ്സിലാകുന്നത്. മറ്റു പല പേരുകൾ CPM പല ഘട്ടങ്ങളിലായി ആലോചിച്ചിരുന്നു. NSS-ഉമായുള്ള അടുത്ത ബന്ധം കാരണം NSS-ന്റെ വൈസ് പ്രസിഡന്റ് M. സംഗീത് കുമാറിനെ ആദ്യം പരിഗണിച്ചു. അദ്ദേഹം അതിന് സമ്മതം മൂടിയില്ല. പിന്നീട് A. സമ്പത്ത്, മുൻ MP, ആറ്റിങ്ങൽ MP A. സമ്പത്ത്, ഹരിപ്പാട് മുൻ MLA TK ദേവകുമാർ തുടങ്ങിയ പേരുകളും CPM പരിഗണിച്ചിരുന്നു. ജയകുമാറിനെ ഒരു പൊതുസമ്മതൻ എന്ന നിലയിൽ കൂടിയാണ്, രാഷ്ട്രീയത്തിനപ്പുറമുള്ള വിശ്വാസ്യതയുള്ള ഒരാൾ എന്ന നിലയിൽ കൂടിയാണ് ജയകുമാറിനെ പരിഗണിക്കുന്നത്. ശബരിമലയെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ശബരിമല മാസ്റ്റർ പ്ലാൻ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വലിയ അവഗാഹമുള്ളയാളാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ആയിരുന്ന ജയകുമാർ. അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ CPM ആലോചിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറിയിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരുന്നു. മുഖ്യമന്ത്രി വിദേശമാകും പ്രഖ്യാപനം. 13-നുള്ളിൽ പുതിയ പ്രസിഡന്റ് തീരുമാനിച്ച് പുതിയ ഭരണസമിതി ചുമതല ഏറ്റെടുക്കണം. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തീരുമാനമുണ്ടാകും. ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഇത്തരത്തിലൊരു അന്തിമ തീരുമാനമുണ്ടാകും. ജയകുമാറിന്റെ പേര് തന്നെയാണ് ഇപ്പോൾ CPM പരിഗണിക്കുന്നതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വിശ്വസനീയമായ വിവരം. ഈ ജയകുമാറിലേക്ക് ധാരണയിലേക്ക് എത്തുകയാണെങ്കിൽ അത് പ്രത്യേകം ഈ വിവാദ സാഹചര്യത്തിൽ അത് കൂടുതൽ മുഖമിനുക്കൽ അല്ലെങ്കിൽ തൽക്കാലത്തേക്കെങ്കിലും വിവാദങ്ങളുടെ ഒരു ക്ലീൻ ഇമേജ് സൃഷ്ടിക്കുക എന്നുള്ള ആലോചനയിൽ നിന്നാണോ ജയകുമാറിലേക്ക് എത്തുന്നത് CPM? തീർച്ചയായും മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. മാത്രമല്ല ഇടതുമുന്നണിക്കും വലതുമുന്നണിക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു. രണ്ട് സർക്കാരുകളുടെ കാലത്തും അദ്ദേഹം രണ്ട് സർക്കാരുകൾക്കും അഭിമതനായ ഉദ്യോഗസ്ഥൻ തന്നെയായിരുന്നു. അദ്ദേഹത്തെ ഇതിൽ കൊണ്ടുവരുന്നതോടുകൂടി ഒരു രാഷ്ട്രീയ നിയമനമെന്ന ഒരു ആരോപണത്തിൽ നിന്ന് മറികടക്കാമെന്നും CPM വിചാരിക്കുന്നു. IAS ഉദ്യോഗസ്ഥനെ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തെ കൊണ്ടുവരണമെന്ന് വെള്ളാപ്പള്ളി നടേശനും നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ കൂടി CPM പരിഗണിച്ചേക്കാം. ഒരു IAS ഉദ്യോഗസ്ഥനെ, സർവീസുള്ള ഉദ്യോഗസ്ഥന് പകരം ശബരിമലയുമായി വലിയ അടുത്ത ബന്ധമുള്ള അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ കൃത്യമായ അറിവുള്ള ഒരാൾ, അതിനപ്പുറത്തേക്ക് ഒരു നല്ല പ്രതിച്ഛായയുള്ള ഒരാളെ കൊണ്ടുവരുന്നതിനെ പറ്റിയുള്ള ആലോചനകൾക്കിടയിലാണ് ജയകുമാറിന്റെ സാധ്യതകൾ CPM പരിഗണിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി അതുമായി അതിന്റെ ധാരണയായിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമേ അന്തിമ തീരുമാനമുണ്ടാകൂ. മുഖ്യമന്ത്രിയാകും ജയകുമാറിന്റെ സമ്മതം വാങ്ങാനുള്ള മറ്റു നീക്കങ്ങളിലേക്കൊക്കെ കടക്കും. ഇപ്പോൾ IMG-യുടെ ഡയറക്ടർ കൂടിയാണ് ജയകുമാർ. സർക്കാരിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പദവി അദ്ദേഹം വഹിക്കുന്നുമുണ്ട്. ഏതായാലും അദ്ദേഹത്തെ തന്നെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് CPM നടത്തുന്നത്. ഇത് ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. അത്തരം സാധ്യതകൾ, പല പേരുകൾ പരിഗണിച്ച് ഒടുവിൽ ഇത്തരത്തിലൊരു പൊതുസമ്മതൻ എന്ന ഒരു പ്രതിച്ഛായുള്ള ആളെ കൊണ്ടുവരാൻ ദേവസ്വം ബോർഡിൽ രാഷ്ട്രീയ നിയമനമല്ല, ഇപ്പോഴത്തെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അത്തരത്തിലൊരു ക്ലീൻ ഇമേജുള്ള ആളെ പ്രസിഡന്റായി കൊണ്ടുവന്നാൽ അത് ഗുണം ചെയ്യുമെന്ന ഒരു ഒരു പ്രതീക്ഷയാണ് CPM-നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അത്തരം ചർച്ചകൾ CPM-ൽ സജീവമായി നടക്കുന്നത്. അധികം വൈകാതെ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടതാണെങ്കിലും ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കാനുള്ള ഒരു നീക്കം അവിടെ നടക്കുന്നു. അതിലൊരു അന്തിമ ധാരണയിലേക്ക് എത്തണമെങ്കിൽ മുഖ്യമന്ത്രിയുമായിട്ടുള്ളൊരു ചർച്ച കൂടി അവിടെ നടത്തേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ, മുഖ്യമന്ത്രി ഇതിൽ ഒരു തീരുമാനം അറിയിച്ചാൽ ഇന്ന് തന്നെ ഒരു പ്രഖ്യാപനത്തിനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഈ പാർട്ടിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളെ സ്വാഭാവികമായും ഇതുമായി ഇത്തരം പൊസിഷനിലേക്ക് കൊണ്ടുവരാറുണ്ട്. പക്ഷേ അത്തരമൊരു പരിഗണന ഇത്തവണ വേണ്ട എന്ന് വെക്കുക തന്നെയാണോ? തീർച്ചയായിട്ടും CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ, അടുത്ത കാലങ്ങളിലൊക്കെ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് വന്നത്. അത് അനന്തഗോപനാണെങ്കിലും അതുപോലെ തന്നെ പത്മകുമാർ ആണെങ്കിലും ഒക്കെ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു. കോൺഗ്രസിൽ നിന്ന് CPM-ലേക്ക് എത്തിയ PS പ്രശാന്താണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. പ്രശാന്തിന്റെ കാലാവധി നീട്ടി നൽകാൻ ഒരു ഘട്ടത്തിൽ CPM ആലോചിച്ചതാണ്. പക്ഷേ ശബരിമല വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു. അപ്പോഴാണ് ഇത്തരത്തിൽ പല കോണുകളിൽ നിന്ന് ആവശ്യം, രാഷ്ട്രീയ നേതാവല്ലാതെ ഭക്തൻ കൂടിയായ, അതും ഒരു പൊതുസ്വീകാര്യ ഉദ്യോഗസ്ഥനെയൊക്കെ കൊണ്ടുവരുന്ന സാധ്യതകളും ആവശ്യങ്ങളും ഉയർന്നു വന്നത്. ആ സാഹചര്യത്തിലാണ് ഈ പല പേരുകളിലേക്ക് പരിഗണിക്കുകയും ഒടുവിൽ ജയകുമാറിന്റെ പേരിലേക്ക് CPM ഇപ്പോൾ ആലോചന എത്തി നിൽക്കുകയും ചെയ്യുന്നത്. സംസ്ഥാന സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നടന്നിരുന്നു. പക്ഷെ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. ജയകുമാറിന്റെ സമ്മതം CPM നേതാക്കൾ തേടിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹം പൂർണ്ണമായും ഇത് സമ്മതിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല.
മുഖ്യമന്ത്രി കൂടി എത്തിയ ശേഷം അദ്ദേഹത്തോട് സംസാരിക്കും. അതിനുശേഷമാകും ഒരുപക്ഷെ അന്തിമ തീരുമാനത്തിലേക്ക് പോവുക. ഏതായാലും ജയകുമാറിനെ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരുന്ന സാധ്യതകൾ തന്നെയാണ് CPM പരിശോധിക്കുന്നത്. അത് ഇപ്പോഴത്തെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു ഗുണകരമായ നീക്കമായി മാറുമെന്ന് CPM കരുതുകയും ചെയ്യുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് CPM അവിടെ നടത്തുന്നത്. എന്താണെങ്കിലും പല മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച K ജയകുമാറിനെ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ CPM നടത്തുന്നത്. എന്താണെങ്കിലും IAS ഉദ്യോഗസ്ഥൻ, മുൻ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി, ഒപ്പം സാഹിത്യകാരൻ, പല മേഖലകളിലായി വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് അവിടെ ഒരു ക്ലീൻ ഇമേജ്, അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും വലിയ വിവാദത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ജയകുമാറിനെ പോലൊരാളുടെ നിയമനം അത് വലിയ തോതിൽ സ്വീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട് പൊതുജനങ്ങൾക്കിടയിലെങ്കിലും. അത് തന്നെ CPM മുൻകൂട്ടി കാണുകയും ചെയ്യുന്നു. എന്താണെങ്കിലും VV അരുൺ സൂചിപ്പിച്ചതുപോലെ അതിലൊരു അന്തിമ പ്രഖ്യാപനം ഇന്നുണ്ടാകും എന്നാണ് കരുതേണ്ടത്. CPMന്റെ ആലോചനകൾ അത്തരത്തിൽ പോകുന്നു. K ജയകുമാറിന്റെ നിയമനത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് കരുതാം. ജയകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ന്യൂസ് 18 തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. CPMൽ ധാരണയായി എന്നുള്ളതാണ് സൂചന. മുഖ്യമന്ത്രിയുമായി മാത്രം സംസാരിക്കേണ്ടതുണ്ട്. അദ്ദേഹം അതിൽ ഒരു സമ്മതം മൂളുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അരുൺ, ഈ ജയകുമാർ അതിനൊരു സമ്മതം മൂളാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം ഇതിൽ തൽപരനായിരിക്കുമെന്നാണോ പ്രതീക്ഷ പാർട്ടിക്ക്? അത്തരം പ്രാഥമിക ചർച്ച ജയകുമാറുമായി CPM നേതൃത്വം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പൂർണ്ണമായും ഇതിൽ നോ പറഞ്ഞിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുള്ള ഒരു ചർച്ചകൾ കൂടി നടക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം വന്നാൽ ഒരുപക്ഷെ ജയകുമാർ അതിൽ വഴങ്ങാൻ തന്നെയാണ് സാധ്യത എന്നാണ് CPM നേതാക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. മുഖ്യമന്ത്രി എത്തിയ ശേഷം അതൊരു അന്തിമ തീരുമാനമുണ്ടാകും. പല പേരുകൾ CPM പരിഗണിച്ചിരുന്നു. CPIയുടെ പ്രതിനിധി നോമിനി നായർ സമുദായാംഗമായ വിളപ്പിൽ രാധാകൃഷ്ണനാണ്. അദ്ദേഹം CPI ജില്ലാ കൗൺസിൽ അംഗമാണ്. അതുകൊണ്ട് ഈഴവ സമുദായത്തിലെ ഒരു ആളെ കൊണ്ടുവരാൻ, നേതാവിനെ കൊണ്ടുവരാനാണ് CPM ഈ ഘട്ടത്തിലൊക്കെ ആലോചിച്ചിരുന്നത്. പക്ഷേ അതും കൃത്യമായ ആളെ കണ്ടെത്താൻ CPM കഴിഞ്ഞില്ല. A സമ്പത്ത് ഉൾപ്പെടെയുള്ള പേരുകൾ പരിഗണന വന്നെങ്കിൽ പോലും, TK ദേവകുമാറിനെ പോലുള്ള പേരുകൾ പരിഗണന വന്നെങ്കിൽ പോലും അതൊന്നും ഒരു അന്തിമ ധാരണയിലേക്ക് നീങ്ങിയില്ല. അങ്ങനെയാണ് ജയകുമാർ എന്നൊരു പൊതുസമ്മതൻ എന്നൊരാളിലേക്ക് CPMന്റെ ആലോചനകൾ, ചർച്ചകൾ പോയത്. ജയകുമാറിനെ കൊണ്ടുവരാനുള്ള ആലോചനയാണ് ഇപ്പോൾ ശക്തമായി തന്നെ CPMലുള്ളത്. ഒരുപക്ഷെ അങ്ങനെ തന്നെ അത് സംഭവിക്കാനും സാധ്യതയുണ്ട്. ഏതായാലും ഇന്നോ നാളെയോ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടായിരിക്കും. ആരായാലും പ്രഖ്യാപനം ഉണ്ടായിരിക്കും. ഇന്ന് സംസ്ഥാന സെക്രട്ടറി ചേരുമ്പോൾ തീരുമാനം ഉണ്ടാകുമെന്നാണ് നേരത്തെ ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ പറഞ്ഞത്. പക്ഷേ ഒരു സമവായത്തിലെത്താൻ കഴിയാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കൂടി അനുമതി കാത്തിരിക്കുകയാണോ എന്ന കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത്. അതിന് മുഖ്യമന്ത്രി വിദേശത്ത് നിന്ന് ഉടൻ തിരിച്ചെത്തും. അതിനുശേഷം അന്തിമ തീരുമാനം ഉണ്ടാകും. റൈറ്റ്. വിനോദ് കൂടെ ചേരുന്നുണ്ട്. സമയം വിനോദ്, ഇത്തരമൊരു നീക്കം CPM നടത്തുമ്പോൾ എങ്ങനെ കാണണം, പ്രത്യേകിച്ചും വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ? എൽദോ, ഒരു സംശുദ്ധമായ വ്യക്തിത്വമുള്ള ആൾ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്ത് വരിക എന്നത് സർക്കാരിനെ സംബന്ധിച്ചിപ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം അപ്രതീക്ഷിതമായി ഇരുട്ടടി പോലെയാണ് ഈ സ്വർണ്ണക്കള്ള വിവാദം സർക്കാർ നേരിടേണ്ടി വന്നത്. ദേവസ്വം ബോർഡിനും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അയ്യപ്പ സംഗമം നടത്തിക്കൊണ്ട് വലിയ തോതിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളെ മറികടക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഇങ്ങനെ ഈ സ്വർണ്ണക്കൊള്ള വിവാദം വരുന്നതും സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് പോലും ഈ വിഷയം പോകുന്നതും പ്രതിരോധിക്കാൻ വല്ലാതെ പാടുപെടുന്ന നിലയിലേക്ക് സർക്കാർ എത്തിച്ചേരുകയും ചെയ്തു. ഹൈക്കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്നു. 4 പേരെ അറസ്റ്റ് ചെയ്യുന്ന നിലയിലേക്ക് പോകുന്നു. ഒപ്പം തന്നെ ഉന്നതരായ പലരും ഇനിയും ഈ കേസിൽ കുടുങ്ങുമെന്ന സാഹചര്യം. ഒരുപക്ഷെ PS പ്രശാന്തിന് ഒരു ടൈം കൂടി നൽകുമെന്ന സൂചന ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നും MV ഗോവിന്ദൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നല്ലതായിരുന്നു, പക്ഷേ കാലാവധി പൂർത്തിയാകുന്നതുകൊണ്ട് ദേവസ്വം ബോർഡ് തലപ്പത്തേക്ക് പുതിയ ഭരണസമിതിയെ കൊണ്ടുവരുന്നുവെന്നാണ് MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. അവിടെയാണ് K ജയകുമാറിൻ്റെ പേര് വളരെ പ്രസക്തമാകുന്നത്. ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുമ്പോൾ അവിടെ ഒരു വലിയ പ്രധാനപ്പെട്ടൊരു സെഷൻ നടത്തിയത് തന്നെ K ജയകുമാറായിരുന്നു. അദ്ദേഹം ശബരിമലയുടെ മുൻ സ്പെഷ്യൽ കമ്മീഷണറും ഹൈക്കോടതി നിയോഗിച്ച ഉന്നതാധികാര സമിതി ചെയർമാനും ആയും ഒക്കെ തന്നെ പ്രവർത്തിച്ച് ശബരിമലയുമായി അത്ര കണ്ട് പരിചയമുള്ള അല്ലെങ്കിൽ ശബരിമലയോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു ആളാണ്. അദ്ദേഹം മുൻ ചീഫ് സെക്രട്ടറിയാണ്. ഈ നേരത്തെ പങ്കെടുപ്പിച്ച പരിപാടിയിൽ, അതായത് ആഗോള സംഗമവുമായി ബന്ധപ്പെട്ട് പല IAS ഉദ്യോഗസ്ഥരെയും ഒക്കെ തന്നെ സർക്കാർ വിളിച്ചിരുന്നെങ്കിലും, മുൻ ഉദ്യോഗസ്ഥരെയൊക്കെ വിളിച്ചിരുന്നെങ്കിലും അവരെല്ലാം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അവിടേക്കാണ്
ജയകുമാർ എത്തുകയും ഈ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടുള്ള സെഷനിൽ വിശദമായി തന്നെ ശബരിമലയുടെ വികസനം എങ്ങനെ വേണമെന്ന കാര്യം അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തത്. കാരണം ദീർഘകാലം ശബരിമലയുമായി ചേർന്ന് പ്രവർത്തിച്ച പരിചയം അദ്ദേഹത്തിനുണ്ട്. കോടതി തന്നെ നിയോഗിച്ച സമിതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. അങ്ങനെ ഒരു വ്യക്തിത്വം സ്വാഭാവികമായും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നാൽ സർക്കാരിനെ സംബന്ധിച്ചും അത് ഇപ്പോഴുള്ള ഒരു പ്രതിച്ഛായ മാറ്റത്തിന് ഉതകുന്ന കാര്യമായി മാറും. എൽദോ, വിനോദ്, അതാണ് ഈ ഒരു പൊളിറ്റിക്കൽ തീരുമാനമാണത്, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ സർക്കാരിനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയ, പ്രതിരോധത്തിലാക്കിയ ഈ സ്വർണ്ണക്കൊള്ള കേസ് അത് അനുദിനം കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടി നേരിടുന്നു. മാത്രമല്ല, വലിയ തോതിൽ നടന്നത് വൻ കൊള്ളയാണെന്നുള്ള വിവരങ്ങൾ ഓരോ ദിനവും പുറത്തു വരുന്നു. ആ ഒരു സാഹചര്യത്തിൽ സർക്കാരിന് നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുത്തേ മതിയാകൂ. ഒരുപക്ഷെ PS പ്രശാന്തിന് നേരത്തെ നീട്ടി നൽകും കാലാവധി എന്നുള്ള അനുമാനമൊക്കെയായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. ഇദ്ദേഹത്തെ പോലെ, ജയകുമാറിനെ പോലെ ഒരു വളരെ ക്ലീൻ ഇമേജുള്ള ഒരാളെ കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള, വളരെ ചർച്ച ചെയ്തെടുത്ത ഒരു തീരുമാനമായി തന്നെ കണക്കാക്കണം. പക്ഷെ അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ തീരുമാനമായി ഇത്തരത്തിലൊരു നിയമനം വരുമ്പോൾ ജയകുമാറിനെ പോലുള്ളവർ അതിനെങ്ങനെ സ്വീകരിക്കുമെന്നുള്ളതാണ്. തീർച്ചയായും സർക്കാരുമായി സഹകരിച്ച് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻ ഉദ്യോഗസ്ഥരായ പലരും വിട്ടുനിന്നപ്പോൾ ജയകുമാർ അതിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ നമുക്കറിയാം, ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ എത്രയോ നാളുകളായി നടക്കുന്ന ചർച്ചകളാണ്. പക്ഷേ കൃത്യമായ ഒരു ലക്ഷ്യത്തോടു കൂടി, അല്ലെങ്കിൽ അതിന് അനുസരിച്ചുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി ആ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിന് ഒരു പരിധിവരെ കുറേ കാര്യങ്ങളൊക്കെ ശബരിമലയിൽ നടപ്പായി. അവിടെയാണ് നമ്മൾ ഈ ഉന്നതാധികാര സമിതിയിൽ ഉണ്ടായിരുന്ന കാര്യം പ്രത്യേകമായി ചൂണ്ടിക്കാട്ടുന്നത്. ആ സമിതിയുടെ ചെയർമാനായിരുന്നു അദ്ദേഹം. അങ്ങനെ ഹൈക്കോടതി തന്നെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വം നിറവേറ്റിയ ആളാണ്. സ്പെഷ്യൽ കമ്മീഷണറായിരുന്നു ശബരിമലയിൽ. അങ്ങനെ ശബരിമലയുമായി നീണ്ടകാലത്തെ ബന്ധമുള്ള, അവിടുത്തെ കാര്യങ്ങൾ വള്ളിപുള്ളി അറിയാവുന്ന ഒരു വ്യക്തിയാണ് ജയകുമാർ. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലും ക്ലീൻ ഇമേജ് നമ്മളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് നല്ല ഒന്നാന്തരം ബ്യൂറോക്രാറ്റ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉദ്യോഗ തലത്തിൽ IAS ഉദ്യോഗസ്ഥനായി അദ്ദേഹം നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിന് സാഹിത്യരംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ, അതോടൊപ്പം തന്നെ അദ്ദേഹം പ്രായോഗികമതി എന്ന നിലയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, ഒരു വിശ്വാസി, ഏറ്റവും അങ്ങേയറ്റത്തെ ഒരു കടുത്ത ഈശ്വരവിശ്വാസി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി. ആ നിലയ്ക്കൊക്കെ നോക്കുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരായി ജയകുമാറിൻ്റെ പേര് മാറുന്നുണ്ട്. അവിടെയാണ് ഇതിൽ ഒരു അന്തിമമായ തീരുമാനം വരേണ്ടത്. നമ്മൾ മനസ്സിലാക്കുന്നത് VV അരുൺ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരമാണെങ്കിൽ CPM-ൽ ഇത് സംബന്ധിച്ച ധാരണ ആയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ സമ്മതം, അത് ഒരുപക്ഷെ അങ്ങനെ ധാരണയായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമ്മതം ഇതിനകം തന്നെ തേടിയിട്ടുണ്ടാകണം. സമ്പത്തിൻ്റെയും ദേവകുമാറിൻ്റെയും ഒക്കെ പേരുകൾ പറഞ്ഞു കേട്ടെങ്കിലും ഇന്ന് അല്പസമയം മുൻപ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ MV ഗോവിന്ദൻ പറഞ്ഞത് മാധ്യമങ്ങളിൽ പറഞ്ഞു കേട്ട പേരുകളായിരിക്കില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത് എന്ന കാര്യമാണ്. മാത്രമല്ല, അദ്ദേഹം പറയുന്നത് പ്രശാന്തിൻ്റെ പ്രവർത്തനം നല്ല നിലയിലായിരുന്നു. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ വിവാദങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ PS പ്രശാന്ത് ഒരു ടേം കൂടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ഈ മണ്ഡലകാലം, മകരവിളക്ക് സീസണൊക്കെ വളരെ നല്ല നിലയിലാണ് കൈകാര്യം ചെയ്തത്. അതിനു മുൻപ് പലതരത്തിലുള്ള വിവാദങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള വിവാദങ്ങൾക്കും ഇട നൽകാതെ അവിടുത്തെ കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് പ്രശാന്തിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു തവണ കൂടി പ്രശാന്തിന് അവസരം ലഭിക്കുമെന്ന പ്രതീതി ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ സർക്കാരിനെ തന്നെ വെട്ടിലാക്കിക്കൊണ്ട് ഈ സ്വർണ്ണക്കടത്ത് വിവാദം വരുന്നത്, സ്വർണ്ണക്കൊള്ള വിവാദം വരുന്നത്. മാത്രമല്ല, പ്രശാന്തിൻ്റെ കാലത്തും ഇങ്ങനെ അവിടെ നിന്ന് വസ്തുക്കൾ കൊണ്ടുപോകുന്നതിന് സാഹചര്യമൊരുക്കി മഹസറുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തിയപ്പോൾ പ്രശാന്തിൻ്റെ ഇടപെടൽ പോലും സംശയിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ഉയർന്നു വന്നു. അവിടെയാണ് ഇപ്പോൾ പ്രശാന്തിനെ മാറ്റിക്കൊണ്ട് പുതിയ പ്രസിഡന്റിനെ കൊണ്ടുവരാനുള്ള സർക്കാരിൻ്റെ തീരുമാനം. എൽദോ, ശരി വിനോദ്, ഞാൻ VV അരുണിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു.